നിയമസഭാ തെരഞ്ഞെടുപ്പ് കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇരു മുന്നണികളും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ LDFും UDFും ഒരേപോലെ തന്നെ അവരുടെ പരാജയങ്ങളും തോൽവികളും അല്ലെങ്കിൽ അവർക്കുണ്ടായ കുറവുകളും എല്ലാം പരസ്പരം പറഞ്ഞുകൊണ്ട് സൈബർ പോരാട്ടം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. UDFിന്റെ കടക്കുപുറത്ത് ക്യാമ്പയിൻ നമ്മൾ കണ്ടിരുന്നു. അതിനകത്ത് കൃത്യമായി LDFിന്റെ ഭാഗത്തു നിന്നുള്ള ഓരോ പിഴവുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ LDFിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ മകനെ തിരിച്ചു വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ക്യാമ്പയിൻ ഇറങ്ങിയിരിക്കുകയാണ്. അതായത് 10 വർഷം മുൻപുള്ള UDF കാലഘട്ടം ഇരുണ്ട കാലഘട്ടമായിരുന്നുവെന്നും ആ കാലഘട്ടത്തിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്ക് ജനങ്ങൾക്ക് വേണ്ട, അതുകൊണ്ട് തുടർഭരണം തന്നെ നിങ്ങൾ ഉറപ്പാക്കണമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് LDF ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനായി പല വെബ്സൈറ്റുകളും ലോഞ്ച് ചെയ്യുന്നു. അതിനുവേണ്ടിയുള്ള സൈബർ പോരാട്ടങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. UDFിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സോളാർ കേസ് മുതൽ ലോഡ് ഷെഡിംഗ് മുതൽ ഈ പറയുന്ന പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന ഓരോ ചെറിയ പിഴവുകൾ മുതൽ എല്ലാം തന്നെയും കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് കേരളം എവിടെ നിൽക്കുന്നു എന്ന് കാണിക്കാനാണ് ഇപ്പോൾ LDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് കേരളം എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം LDF സർക്കാർ വരുന്നതിന് മുൻപ് UDF തുടങ്ങി വെച്ച പല പദ്ധതികളുടെയും വാല് പിടിച്ചു പോകുന്നത് കൊണ്ടല്ലേ ഇന്നിപ്പോൾ കേരളം ഈ ഒരു വികസന മുന്നേറ്റത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം UDF തന്നെയല്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഇന്നലെ നടന്ന കാര്യം ഇവിടെ നമുക്ക് ഓർക്കാൻ നേരമില്ല. അതെ, ഒരു മണിക്കൂർ മുമ്പ് നടന്ന കാര്യം നമുക്കിവിടെ ഓർക്കാൻ നേരമില്ല. ജനത്തിന് 10 കൊല്ലം മുമ്പ് ഇപ്പോൾ ഇത് എന്തെങ്കിലും പറഞ്ഞ് പിന്നെ കാട്ടിക്കൂട്ടാൻ വേണ്ടി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ PR വർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന MV നികേഷ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചാനലിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ബഹുമാനപ്പെട്ട നികേഷ് സാർ, കാര്യം അദ്ദേഹത്തിൻ്റെ സാർ എന്ന് വിളിച്ച് നമ്മൾ കൂടെ ജോലി ചെയ്ത ആളായതുകൊണ്ടാണ് ഈ നികേഷ് സാർ എന്ന് വിളി വന്നു പോകുന്നത്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട MV നികേഷ്, താങ്കൾ കരുതുന്ന പോലെ ഈ നമ്പറുകളൊന്നും ഏൽക്കാൻ പോകുന്നില്ല. ഈ നമ്പറൊന്നും ഏൽക്കാൻ പോലെ ഇന്നലെ 1 മണിക്കൂർ മുമ്പ് നടന്ന കാര്യം ജനത്തിന് ഓർമ്മയില്ലാത്ത ഈ ലോകത്ത് താങ്കൾ 10 കൊല്ലം മുമ്പ് അത് നടന്നില്ലേ, 10 കൊല്ലം മുമ്പ് ഇത് നടന്നില്ലേ? ഇത് ഈ നമ്മളെ അങ്ങാടി നമ്മളെ ഈ നാട്ടിലെ അങ്ങാടി എന്ന് പറയല്ലേ, ചന്തയിൽ ഈ മാങ്ങ വിൽക്കുന്ന ചേച്ചിയും അപ്പുറത്ത് പിന്നെ പച്ചക്കറി വേറെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ചേച്ചിയും തമ്മിൽ പിണക്കം ഉണ്ടായിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് പിന്നെ വീണ്ടും ആ വഴക്ക് രൂക്ഷമാകുമ്പോൾ നാട്ടുപുറത്തെ സ്ത്രീകൾ, നീ എന്നെ പണ്ട് അത് പറഞ്ഞില്ലേടി, നീ പണ്ട് എന്നെ ഇത് പറഞ്ഞില്ലേടി എന്ന് നാട്ടുവർത്തമാനത്തിൽ നമുക്ക് തമാശയായിട്ട് പറയാം. അപ്പോൾ ബഹുമാനപ്പെട്ട സൈബർ ഹാൻഡിലുകളെ, LDF സൈബർ ഹാൻഡിലുകളെ നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെയൊക്കെ ബുദ്ധി ഉണ്ടെന്ന്, നിങ്ങളുടെ ഈ ബുദ്ധി എന്ന് പറഞ്ഞാൽ വൈകിയ ബുദ്ധിയാണ്. ബഹുമാനപ്പെട്ട നികേഷ്, താങ്കളുടെ ഈ ബുദ്ധി ചീറ്റിപ്പോകും സാർ. ആ പടക്കം നനഞ്ഞ പടക്കമാണ് സാർ. കാര്യം നിങ്ങൾ ഈ പറയുന്ന സോളാർ ആയിരുന്നാലും താങ്കൾക്ക് തന്നെ അറിയാം, ബഹുമാനപ്പെട്ട നികേഷിന് തന്നെ അറിയാം സോളാറിൽ ആരൊക്കെയാണ് ഇതിനകത്ത് കളിച്ചെന്നുള്ളത്. താങ്കൾ കൂടെ തന്നെയാണ് 1 മണിക്കൂർ ഡിബേറ്റ് ചെയ്യുന്നതുകൊണ്ട് പലരെയും സൂചിയിൽ പിന്നെ നീഡിൽ കൊടുത്തിട്ട് അതിൽ ആസനം ഇരുത്തി സംസാരിപ്പിക്കത്തക്ക രീതിയിൽ താങ്കൾ തന്നെയാണ് അവരെ ആസനത്തിൽ ആണിയടിക്കുന്ന രീതിയിൽ ഇരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട MV നികേഷ്, താങ്കൾ ഇത് പറയുമ്പോൾ താങ്കളടങ്ങുന്ന മാധ്യമം, അതായത് താങ്കളെ ഇപ്പോൾ എന്ത് ചെയ്തു എന്ന് MBRന്റെ മകനോട് രാജ്യം എന്ന് പറയുന്നത് കേരളമല്ല, രാജ്യം ഭരിക്കുന്ന പൊന്നു തമ്പുരാൻ ചോദിക്കുമ്പോൾ ഞാൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ PR വർക്ക് ഏശിയില്ല എന്ന് കേവലം 2 മാസങ്ങൾക്കകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളോട് പറയുമെന്നുള്ള കാര്യം നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ ഞാൻ പറയുകയായിരുന്നു. ആരുമില്ല, ഞങ്ങളൊക്കെ പുച്ഛമായിരുന്നു അദ്ദേഹത്തിന്, പ്രത്യേകിച്ച് എന്നെയൊക്കെ ഭയങ്കര പുച്ഛമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇതൊന്നും ഏശാൻ പോകുന്നില്ല. ഞാൻ ആരുമല്ല, ഞാൻ പറയുന്നതൊക്കെ പറയും, ഞാൻ ആരുമല്ല. പക്ഷേ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹർഷ, ഈ സോളാർ കേസിൽ ഒരു ബഹുമാന്യ വ്യക്തി ഇപ്പോൾ ഡൽഹിയിൽ MP ആയിട്ടിരിപ്പുണ്ട്. ഈ സോളാർ കേസിലെ ഈ ബഹുമാന്യ വ്യക്തി പഞ്ചാര അടിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പെൺകുട്ടിയെ, ഈ സ്ത്രീയെ പഞ്ചാര അടിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഭാഗികമായി ബന്ധമുണ്ട്. അതായത് ഞാൻ ഒരു ചെറിയൊരു സംഭവം 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈ വാർത്ത വരുന്നത് അന്ന് ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ഒരു ചാനലിലാണ്. കാര്യം കുറച്ച് പോലീസ് ഓഫീസേഴ്സ് ഇതിനകത്ത് കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് DYSP റാങ്കിലൊക്കെ ഉള്ളവരാണ്, അവരിലൊക്കെ കാശുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കാശ് പോകുമ്പോൾ അവർക്കിത് എങ്ങനെയെങ്കിലും വാർത്തയായിട്ട് വരണം. അപ്പോൾ കൈരളി പീപ്പിളിൽ കൊടുത്താൽ എങ്ങനെ ഭരിക്കുന്ന പാർട്ടി എങ്ങനെ ഇങ്ങനെ ഒരു തട്ടിപ്പുണ്ടായി എന്ന്, അല്ലെങ്കിൽ പോട്ടെ അവർക്ക് നമ്മൾ പറയുമല്ലോ ഇവരെല്ലാം ഒരേ ആൾക്കാരാണ്. ഇപ്പൊ കോൺഗ്രസ് ആയാലും രാഷ്ട്രീയമായിട്ട് ഒരു ചിന്തിക്കുമ്പോൾ അന്തർധാര, നമ്മുടെ ശ്രീനിവാസന്റെ സിനിമയിൽ അന്തർധാര ഉണ്ടല്ലോ, ഇവരെല്ലാം ഒന്നാണ്. അപ്പോൾ കൈരളിയിൽ പോയ വാർത്ത, കൈരളിയിൽ ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകൻ ഇന്ത്യ വിഷനിലുള്ളപ്പോൾ ആ കൈരളിയിൽ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകൻ, ഇന്ത്യ വിഷനിലുള്ള മാധ്യമപ്രവർത്തകന് ബഹുമാനപ്പെട്ട ബ്രിട്ടാസുമായിട്ട് അത്ര വലിയ അടുപ്പമാണ്. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, ബ്രിട്ടാസിന്റെ പേര് പറയാം, മറ്റു മാധ്യമപ്രവർത്തകന്റെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ വാർത്ത എടുത്ത് അങ്ങ് ഏറിൽ കൊടുക്കുകയാണ്. ഈ പ്രസ്തുത വ്യക്തി, ഈ പറയുന്ന ഇപ്പൊ ഡൽഹിയിൽ MP ആയിരിക്കുന്ന വ്യക്തി വീട്ടിൽ ഇരുന്ന് ഞം മാമുണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം ഈ ലിസ്റ്റ് വരുന്നു, നമ്പറുകൾ ആരെയൊക്കെ വിളിച്ചെന്നുള്ള, അതിൽ അദ്ദേഹത്തിന്റെ ലിസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ സർ, സോളാർ കേസിൽ ഭാഗികമായി ഉണ്ടായിരുന്ന ബ്രിട്ടാസും ഇപ്പോൾ KSRTCയിൽ കൃത്യമായി ശമ്പളം കൊടുക്കുന്ന, കൃത്യമായി കാര്യം ചെയ്യുന്ന, എല്ലാം തികഞ്ഞ, അതായത് അദ്ദേഹത്തിന് പോലെ എല്ലാം തികഞ്ഞ ഒരാളില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫ് കോഞ്ഞാട്ടായി പോയി. നമ്മൾ ഈ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് വാചകം ഓടിക്കും.
ഈ ഉപദേശിക്കാൻ എല്ലാവർക്കും വലിയ മിടുക്കാം. അതെ, സ്വന്തം ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല. ഒരു വലിയ ഉപദേശിയാണ് അദ്ദേഹം. അത് മിടുക്കനാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ എന്റെ ഫാദർ KSRTC, എന്റെ അച്ഛൻ KSRTC ജീവനക്കാരനായിരുന്നു. പാവം പെൻഷൻ കിട്ടാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ചരിത്രവും എനിക്കറിയാം. പക്ഷെ അദ്ദേഹം ഭരണനൈപുണ്യം ഉള്ള ആളാണെങ്കിലും ഈ സോളാർ കേസിൽ അദ്ദേഹമാണ് കത്തെഴുതാൻ സഹായിച്ചതും അന്നത്തെ മുഖ്യമന്ത്രിയെ കൊണ്ട് കുഴി തള്ളിയിട്ടതും എല്ലാം അദ്ദേഹമാണ്. അപ്പൊ ഇതിൽ ആകെ ഒരു ചുരുക്കെഴുത്തേ ഉള്ളൂ. ബഹുമാനപ്പെട്ട MP നികേഷ്, താങ്കൾ അടങ്ങുന്ന മാധ്യമ മേഖല, ഇവരുടെ സൈബർ ഹാൻഡിൽ സാർ, നിങ്ങൾ അട്ടർ പരാജയമാണ് സാർ. അല്ല, ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു നവകേരള സർവേ എന്ന് പറഞ്ഞൊരു സർവേ വരുന്നു. അത് അമ്പെ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു സർവേയുടെ ആവശ്യം പോലും ഇല്ല എന്ന് പറയുന്നു. പിന്നീട് ഇതോടെ പറഞ്ഞ ഹർഷ, ഈ PR വർക്കിന്റെ കാര്യം പറയുമ്പോഴേ ആ ഗ്ലാസ് വെച്ചോണ്ട് നിന്ന കഥ പറയണം. പിന്നെ അപ്പൂപ്പന്റെ പോക്കറ്റ് അതൊക്കെ പറഞ്ഞോളൂ. അതെ, നമുക്കറിയാം ഇപ്പോൾ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ലവ് ടു മൂൺ ആൻഡ് ബാക്ക് എന്ന കപ്പും അതുപോലെ തന്നെ വയോധികന്റെ പോക്കറ്റിൽ പെൻഷൻ പണം തിരിച്ചു വെച്ചു കൊടുക്കുന്ന ഗോവിന്ദൻ മാസ്റ്ററൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതൊക്കെ ചൂടറിയിട്ടില്ല. അതിന് പിന്നാലെ തന്നെയാണ് ഈ പറയുന്ന നവകേരള സർവേ വരുന്നു. അതും വലിയ രീതിയിൽ ഫ്ലോപ്പ് ആയി പോകുന്നു. ഇപ്പോൾ പുതിയ പദ്ധതി ആ ഇരുണ്ട കാലം നമുക്കിനി വേണ്ട എന്ന് പറയുന്നു. അതിന് പിന്നാലെ UDFന്റെ കടക്ക് പുറത്ത് ക്യാമ്പയിൻ വരുന്നു. ഇനി വെറും കടക്ക് പുറത്ത് ജനം മറക്കില്ല. തീർച്ചയായിട്ടും ജനം മറക്കില്ല. അത്രയും, അതായത് ഇപ്പോ നമ്മൾ സൗഹൃദത്തിലിരിക്കുന്ന വ്യക്തികളാണ്. അല്ലെങ്കിൽ പോട്ടെ, ഞാൻ ഇന്ന് വരെ കാണാത്തൊരു വ്യക്തിയാണ്. ഞാൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് കയറി വരുമ്പോൾ ഇറങ്ങി പോവുകയെന്ന് ഞാൻ പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ മറക്കില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കൾ ഇനി ഏതെല്ലാം തരത്തിൽ പാനും തേലും ഒക്കെ ഒഴിച്ച് ഞങ്ങൾക്ക് കഴിക്കാൻ തന്നാലും താങ്കൾ എന്താണ് എന്നുള്ളത് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു ഒറ്റ ടാഗ് ലൈൻ മതി. UDFന് ആ ഒറ്റ ടാഗ് ലൈൻ മതി. താങ്കൾ കടക്ക് പുറത്ത് എന്ന് ജനം പറയുന്നതാണ് അതിനകത്ത്. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആ ഒരു 5 വർഷ കാലഘട്ടത്തെ വികസന പദ്ധതികൾ എന്തൊക്കെയായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന പോരായ്മകൾ എന്തൊക്കെയായിരുന്നു, ഇതൊക്കെയാണ് ഇപ്പോൾ LDF ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചിന്തിക്കണം, അന്ന് അവർ കൊണ്ടുവന്ന വിഴിഞ്ഞം പദ്ധതി പോലെ അല്ലെങ്കിൽ കൊച്ചി മെട്രോ പോലെയുള്ള എത്രയോ പദ്ധതികൾ പിന്നീട് ആ സമയത്ത് എതിർത്ത് പിന്നീട് അവർ തന്നെ നമ്മുടേതാണ് എന്ന് പറഞ്ഞു, ആ സമയത്ത് എതിർത്തുകൊണ്ട് പിന്നീട് അവർ അധികാരത്തിൽ വരുമ്പോൾ തങ്ങളുടെ പദ്ധതികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, എണ്ണിയാൽ ഒടുങ്ങില്ല എന്ന് വേണം പറയാനായിട്ട്. എന്നിട്ട് അതൊന്നുമില്ല, 10 വർഷമായിട്ട് പവർ കട്ടില്ല, കറണ്ട് പോക്കില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള ജനങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും തിരിച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ ആലോചിക്കണം, ഇതിന് വലിയൊരു ഇടുത്തിയായി ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ വലിയൊരു കൊള്ള നിൽക്കുന്നുണ്ട് എന്ന്. ഞാനൊരു ഉദാഹരണം പറഞ്ഞോട്ടെ. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരു പന്തിയിൽ ഇരിക്കുവാണ്. നമുക്ക് 52 കറി വിളമ്പിയിട്ടുണ്ട്, ചോറുമുണ്ട്. ഈ ഇലയുടെ അറ്റത്തിത്തി അമേദ്യം വെച്ചാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ അത് മൊത്തത്തിലങ്ങ് കളയും. അതെ, തീർച്ചയായും. അതേപോലെ ജനം ഈ പറയുന്ന 52 കറിയും ഊണും ഒക്കെ വെച്ചു എന്ന് ഇരിക്കട്ടെ, ഒരല്പം അമേദ്യം വെച്ച് തന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പം ഈ കാണുന്ന ഇലയോടെ എടുത്ത് ജനം അങ്ങ് കളയും. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി സാമാന്യ ജനത്തിനുണ്ട്. കാര്യം നമുക്ക് സഹനത്തിന്റെ നെല്ലിപ്പല കറ്റിരിക്കുകയാണ്. സഹനത്തിന്റെ നെല്ലിപ്പല കറ്റതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സ്ത്രീകൾ വരെ കരികൂടി കാണിച്ചത്. തീർച്ചയായിട്ടും. പക്ഷെ അത് ബാക്കിയുടെ ഹർഷ പറഞ്ഞാൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അതുകൂടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെ, എന്തായാലും LDFന്റെ ഒരു നീക്കങ്ങൾക്ക് മുൻപേ തന്നെ UDFന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു കടക്ക് പുറത്ത് ഇനി 90 ദിവസം മാത്രം ക്യാമ്പയിൻ വന്നത് കൊണ്ട് ഇതൊരു കോപ്പിയടിയാണോ LDFന്റേത് എന്ന് പറഞ്ഞാൽ നൽകാൻ സാധിക്കില്ല. കോപ്പിയടിയല്ല, നനഞ്ഞ പടക്കം. ബഹുമാനപ്പെട്ട MP നികേഷ്, താങ്കൾ ഒരു മാധ്യമപ്രവർത്തകനാണ്. അതെ, അല്ല, സ്വന്തമായ ഒരു PR വർക്കും നടക്കുന്നില്ല, ചെയ്യുന്നതെല്ലാം ഫ്ലോപ്പ് ആവുന്നു. എന്നാൽ പിന്നെ ഇനി UDF എന്താണ് ചെയ്യുന്നത് നോക്കിയിട്ട് അതുപോലെ ഒന്ന് നമ്മൾ ഭാഗത്തുനിന്ന് ഇട്ടേക്ക്. ചിലപ്പോൾ അവരുടെ സക്സസ് ആകുമ്പോൾ നമ്മുടെയും ആയാലോ എന്നുള്ളത്. പക്ഷെ ജനങ്ങൾ മണ്ടന്മാരല്ല, അവർ സത്യം മാത്രമാണ് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് UDF ചെയ്യുന്ന എല്ലാം ഇത്ര വലിയ നിലവാരമുള്ള PR വർക്കൊന്നും അല്ലെങ്കിൽ പോലും ജനങ്ങൾ ഏറ്റെടുക്കുന്നതിന് കാരണം സ്വർണം കെട്ടതാരപ്പ സഖാക്കളാണ് ആ പാട്ട് ഇനി സുഖമായിട്ട് പാടാം സാർ. തീർച്ചയായിട്ടും പാടാം. അതിനൊക്കെ പുതിയൊരു പാട്ട് വന്നെന്ന് പറയുന്നതായിട്ട് നമുക്ക് നോക്കാം.